നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ കെട്ടാൻ പോകുന്നത് ജീവനല്ലേ? അറിയോ നീ? എടി, പുള്ളിക്കാരൻ കുറച്ചു മുമ്പേ കോളേജിൽ വന്നിരുന്നു. ഞാൻ നിന്റെ കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വന്നത്. എന്നിട്ട് ഉള്ള കാര്യം പറയാലോ, പുള്ളിക്കാരന്റെ ചോദ്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുള്ളത് പോലൊക്കെയാ എനിക്ക് തോന്നിയത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. നിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ കൊറേയൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. എനിക്കെന്തോ ഇങ്ങനെ ഒരാളല്ല നിനക്ക് വേണ്ടതെന്ന് ഒരു തോന്നൽ. ഒന്നുകൂടി നല്ല ഭാഷ പറഞ്ഞാൽ, നീ ആഗ്രഹിക്കുന്ന പോലെ ലൈഫിനെ പൊലൈറ്റ് ആയി കാണുന്ന ഒരാൾ, അങ്ങനെ ഒരാളാ നിനക്ക് സ്യൂട്ട് ആകുക. ഞാൻ പിന്നെ വിളിക്കാൻ തന്നെ. എടി, ഞാൻ നിന്നോടൊരു ഇഷ്ടം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഏയ്, ഒരു കുഴപ്പമില്ല. ഞാൻ വിളിക്കാം. ഓക്കെ. ദാ വരുന്നു പറഞ്ഞു പോയിട്ട് എവിടെയായിരുന്നു നീ? ചെന്നപ്പോ ടൈലറിംഗ് ഷോപ്പ് തുറന്നിട്ടില്ല. അയാളെ വിളിച്ചപ്പോഴാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ എത്താന്നും പറഞ്ഞു. കാത്തു നിന്നത് വെറുതെ. ഇത്രയും നേരമായിട്ടും അയാളെ കണ്ടില്ല. ഞാനിങ്ങ് പോന്നു. അച്ഛനെന്താ ഇരുന്ന് കണക്ക് കൂട്ടുന്നേ? ഏയ്, ഒന്നുമില്ല. എന്താ കാര്യം പറ. സുജാത കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവര് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനെന്താ? അല്ല മോളെ, കല്യാണത്തിന്റെ സകല ചെലവും സുജാതയുടെ കുടുംബം വഹിച്ചോളാന്ന് പറഞ്ഞു. അവരത് ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതിനൊരു പോരായ്മയുണ്ടല്ലോ. നിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഒരാളെ ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളത് അതിനും കൂടി ആഗ്രഹം. പക്ഷേ എന്നിട്ടിപ്പം എന്താ സംഭവിച്ചത്? ശൂന്യമായ കൈകളുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അതെന്തായാലും ശരിയാവില്ല. വേറൊന്നല്ല, 2-3 പേരോട് കുറച്ച് പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരൊരു ഉറപ്പ് പറയണമല്ലോ, എന്നാലേ ധൈര്യം കിട്ടൂ. അച്ഛൻ എന്തിനാ ഈ ശ്രമിക്കുന്നേ? നാട് മുഴുവൻ നടന്ന് കടം വാങ്ങിച്ചിട്ട് എന്റെ കല്യാണം നടത്തണോ? അങ്ങനെയുള്ള ഒരു ആഡംബരവും എന്റെ വിവാഹത്തിന് വേണ്ട. അതങ്ങനെയല്ലല്ലോ മോളെ. അതങ്ങനെയാണ്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെ കല്യാണം നടത്താൻ വേണ്ടി അച്ഛനമ്മമാരെ പെടാപ്പാട് പെട്ട് ഓടി നടക്കുന്നത്. അവസാനം അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമ്പോഴേക്കും അച്ഛനമ്മമാര് വീണു പോയിട്ടുണ്ടാവും. എന്റെ അച്ഛൻ അങ്ങനെ ആവണ്ട. വലിയ വലിയ കാര്യങ്ങളൊന്നും കാണിച്ച് ഒരിക്കലും അച്ഛനെന്നെ കൊതിപ്പിച്ചിട്ടില്ല. ഒരുപാട് വലിയ ആഗ്രഹങ്ങള് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ മതി. അമ്മേ, അമ്മേ, നീ എന്താണ് ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അമ്മ വരട്ടെ അച്ഛാ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണിക്കാനുണ്ട്. ഞെട്ടിക്കുന്ന കാഴ്ച? അതെ അച്ഛാ, ഇത് കണ്ട എല്ലാവരും ഞെട്ടും. ചില നക്ഷത്രങ്ങൾ താഴെ വീണുടയും. അമ്മേ, അമ്മേ. ഏട്ടാ, കാര്യം എന്താന്ന് പറ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയായിരുന്നു. ഇന്നാണ് എനിക്ക് തെളിവ് കിട്ടിയത്. ആ തെളിവേ ഈ ഫോണിലുണ്ട്. നീ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് തെളിച്ച് പറ. അച്ഛാ, മനസ്സിൽ മറ്റൊന്ന് വെച്ച് മുഖംമൂടി ഇട്ടുകൊണ്ട്
നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന പലരും ഉണ്ട്. അവര് പാവങ്ങളായിട്ട് അഭിനയിക്കും. എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിട്ടേ നിമിഷ നേരം കൊണ്ട് മാറും. പക്ഷെ അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ഞാൻ കണ്ടെത്തി. അമ്മേ, അമ്മേ, വരുന്നു. ആ ഇവിടെ കമോ. അമ്മേ 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 അമ്മേ. എന്താ എന്തിനാ നീ വിളിച്ചു പോകുന്നേ? ഇവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ആരുടെയൊക്കെയോ മുഖംമൂടി വലിച്ചു കീറുമെന്നോ നക്ഷത്രങ്ങളെല്ലാം കൂടി താഴേക്ക് വീണ് ഉടയുമെന്നോ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അമ്മ എപ്പോഴും പറയാറില്ലേ അമ്മയുടെ മുമ്പിൽ നിന്ന് ദൈവം സത്യം മറച്ചു പിടിക്കില്ലെന്ന്. പക്ഷേ ആ ദൈവം സത്യം മറച്ചു പിടിച്ചു. അതിന്റെ തെളിവാണ് അമ്മ ഇതിൻ്റെ അകത്തുള്ളത്. അമ്മയ്ക്ക് കാണണ്ടേ? കണ്ണ് നിറച്ച് കാണണ്ടേ? ഇതാ കാണും. ഹായ്. അയ്യോ, സോറി സോറി ജീവൻ. എന്തെങ്കിലും പറ്റിയോ? നശിപ്പിച്ചു. സോറി ജീവൻ, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. ഇങ്ങനെയാണോ ഒരു വീട്ടിലേക്ക് വന്ന് കയറുന്നത്? നിന്റെ വീടിനെന്താ തീ പിടിച്ചോ? പോട്ടട, ഒരു അബദ്ധം പറ്റിയതല്ലേ? അബദ്ധമല്ല. ഇതിനൊക്കെ പറയേണ്ടതേ അഹങ്കാരം എന്നാ. ജീവൻ, ഐ എം റിയലി സോറി. തനിക്ക് എന്താ വേണ്ടത്? ഫോൺ നന്നാക്കി തന്നാ മതിയോ? അല്ലെങ്കിൽ വേണ്ട, ഇതുപോലെ ഒരെണ്ണം ഞാൻ മേടിച്ചു തന്നാ മതിയോ? നിന്റെ സൗജന്യമൊന്നും എനിക്ക് വേണ്ട. എന്താടാ ഇത്? മോളെ സാറ, ഇവൻ എന്തോ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഫോൺ എടുത്തതാ. അത് കാണിക്കാൻ പറ്റാത്തതിന്റെ വിഷമോ? അല്ലാതെ ഫോൺ കേടായതിനൊന്നും അല്ല. പുതിയത് വാങ്ങിക്കൊന്നും വേണ്ട. അല്ലാണ്ട് അത് വിട്ടുകള മോളെ. മോൾ എന്തിനാ വന്നേ? അല്ലാണ്ട് ആന്റിയുടെ കയ്യില് പച്ച നിറത്തിലുള്ള പട്ടുസാരി ഉണ്ടോ? എനിക്കൊരു ഫോട്ടോഷൂട്ടിനാ. കോസ്റ്റ്യൂമർ അത് എടുക്കാൻ മറന്നുപോയി. അതിനെന്താ, മോള് വാ. അലമാരിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോ. മോനെ, വീഡിയോ നീ പിന്നെ കാണിച്ചു തന്നാ മതി. എന്തായിരുന്നു കാര്യം? അത് പറയാമല്ലോ. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ഒരു കാര്യം മുടങ്ങിപ്പോയാല് മോന്റെ രീതികൾ ഇങ്ങനെയാണ്. അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ജീവിതത്തില് ഇത്തിരി ക്ഷമയൊക്കെ വേണമെന്ന്. മോള് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.